ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓറഞ്ച് ചിക്കനും ഒണിയൻ എഗ് റൈസാണ് ഉണ്ടാക്കുന്നത്. ചൈനീസ് സ്റ്റൈലിലുള്ള ഓറഞ്ച് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇത് 250 ഗ്രാം കാണും. കൂടുതൽ വലിയ പീസായിട്ട് എടുക്കണ്ട, ഒരു മീഡിയം സൈസ് പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് ഓറഞ്ച് ജ്യൂസും ചേർത്ത് നന്നായി കുഴച്ച് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നേരം എടുത്ത് വെക്കാം. ഇനി ഒരു ബാറ്റർ ഉണ്ടാക്കാം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർക്കാം, അതുപോലെ കുറച്ച് കുരുമുളക് ചേർക്കണം, വളരെ കുറച്ച് മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം. നന്നായി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചിക്കന് ഇടാം. മറ്റേ ഭാഗവും ചിക്കന് വറുത്തെടുക്കാം. ചിക്കന് 2 ഭാഗവും നന്നായി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആവശ്യത്തിന് വേണ്ടുന്ന ഓറഞ്ച് നീര് സ്ക്വീസ് ചെയ്ത് ഓറഞ്ച് നീര് എടുക്കാം. ഓറഞ്ചിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, അതും കൂടി വേണം. ജസ്റ്റ് ടീസ്പൂണ് ഇതിൻ്റെ സ്കിന്നും കൂടി എടുക്കാം. ഓറഞ്ച് ജ്യൂസ് അരിച്ചിട്ട് എടുക്കാം. 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അതേ ആവശ്യമുള്ളൂ, കൂടുതൽ ഓറഞ്ച് ആവശ്യമില്ല. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തോല് എടുത്തത് 1 ടീസ്പൂൺ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നാരങ്ങ നീരിലേക്ക് സോയ് സോസ് ചേർക്കാം, അതുപോലെ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം, വിനിഗർ ചേർക്കാം, ഹണി ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയി. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ടെടുക്കാം. ഓറഞ്ച് ചിക്കനിലേക്ക് ഒഴിക്കുന്ന സോസാണ് ഇത്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കാം. ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയത് ഒഴിക്കാം. സോസ് നന്നായി കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് ഇടാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാം. അതുപോലെ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ, ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഓറഞ്ച് ചിക്കൻ റെഡിയായി. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഓറഞ്ച് ചിക്കൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ്. മധുരവും ചെറിയ പുളിയും ഹണിയൊക്കെ ഇട്ടത് കാരണം ഹണിയുണ്ട്, പഞ്ചസാരയുണ്ട്, പോരാത്തിന് വിനീഗർ ഉണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നോക്കിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഈ കറി ഇഷ്ടപ്പെടുന്ന. ഇച്ചിരി മധുരവും കൂടുതൽ എരിവൊന്നുമില്ല, അതുകൊണ്ട്
ചൈനീസ് ഡിഷ് അല്ലേ, അതുകൊണ്ട് കൂടുതൽ എരിവൊന്നും കാണില്ല. അടുത്തത് ഒനിയൻ എഗ് റൈസാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ എഗ് റൈസ്. സാധാരണ ചോറ് വെക്കുന്നത് പോലെ തന്നെ ചോറ് വെച്ചിട്ട് ചോറ് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു പാന് വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് സവാള ഇടാം. മുട്ട ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റൈസാണ് ഇത്. മുട്ട സ്ക്രാമ്പിൾഡ് ചെയ്ത് ആയിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇടാം. നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. എല്ലാം ഓപ്ഷനിലാണ്. നന്നായി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ഒരു 1/2 കപ്പോളം സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഉള്ളി റൈസ് ആണല്ലോ, അതുകൊണ്ട് ഒരു 1/2 കപ്പ് ഓണിയൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് നമ്മൾ ഇന്ന് ഒരേ പ്ലെയിൻ റൈസ് കഴിക്കുമ്പോൾ ഇഷ്ടക്കേട് തോന്നുവാണെങ്കിൽ ഇതുപോലത്തെ റൈസ് ആക്കി കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ്. ഓറഞ്ച് ചിക്കനും അങ്ങനെ തന്നെ ഫ്രൈ റൈസും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.